ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് കുറേ ആളുകളുടെ ചോദ്യമാണ്. അബിയു ഫ്രൂട്ട്സിൻ്റെ പരിചരണമൊക്കെ ഞാനൊരു 3 വർഷം മുന്നേ വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അന്നൊക്കെ നമുക്ക് 1000-2000 സബ്സ്ക്രൈബർ ഉള്ള സമയമായതുകൊണ്ട് ചിലപ്പോൾ പുതിയ ആളുകളൊന്നും ഇപ്പോൾ അത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നിരന്തരം ഫോൺ വിളിയും ചോദ്യമൊക്കെ അബിയു പൂവിടുന്നുണ്ട്, കൊഴിഞ്ഞു പോകണമെങ്കിൽ ഫുള്ള് പൂവിട്ട് 3 വർഷമായി കൊഴിഞ്ഞു പോവുകയാണ്, നിൽക്കുന്നില്ല, പിന്നെ ചിലരത് പൂവിടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ്. അപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു പരിപാലനം അബിയുവിനെ നമ്മൾ എങ്ങനെ നോക്കേണ്ടതെന്നുള്ളത് പിന്നെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അബിയു ചെടീനെ മെയിനായിട്ട് നമുക്ക് ചെറിയ ചെടി എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ടൈപ്പിലുള്ള ചെടികളൊക്കെ വെച്ചാൽ ഒരു 3 വർഷമാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ എല്ലാ ചെടികളും 3 വർഷമല്ല, ഇപ്പോൾ ഒരു 1.5-2 വർഷമായ ചെടികളും പൂത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ റെഫറൻസിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതാ ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ മതി. ഇത് നമ്മളൊരു ബേസിക് ചെറിയ പ്ലാന്റാണ്. അപ്പോൾ ഇതിന്മേൽ നിറയെ പൂവ് നിങ്ങൾക്ക് കാണാം. ബേസിക് പ്ലാന്റാണ് കണ്ടോ. അപ്പോൾ പ്രായം അതിൻ്റെ ഒരു ഘടകമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാലാവസ്ഥയാണ് അതിന് മെയിനായിട്ട്. ചെറുതായിട്ടൊന്ന് മഞ്ഞ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മഴ ഒന്ന് നിന്ന് കുറച്ച് രാവിലെ മഞ്ഞുണ്ടായിരുന്നു, അതോട് കൂടിയിട്ട് എല്ലാം പൂക്കൽ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ആഗസ്റ്റ് മുതൽ ഏപ്രിൽ മെയ് വരെ ഫ്രൂട്ട് കിട്ടാറുണ്ട്. അപ്പോൾ വലിയൊരു ടൈമാണ്, ഒരു ലോങ് ടൈമിൽ നമുക്കിതിനെ വിളവെടുക്കാൻ പറ്റും. കാരണം ആഗസ്റ്റ് മുതൽ തന്നെ നമുക്കിതിൻ്റെ ഫ്ലവറിങ് തുടങ്ങി ഡിസംബർ ജനുവരിയിൽ നമുക്കതിൻ്റെ ഒരു 2.5 മാസം 3 മാസമാണ് നമുക്കിതിൻ്റെ ഫ്രൂട്ടിങ് സെറ്റ് ആവാനുള്ളൊരു ടൈം. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒക്ടോബർ നവംബറിൽ തന്നെ നമുക്കതിൻ്റെ ഫ്രൂട്ട് കഴിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫ്രൂട്ടും കഴിഞ്ഞ സമയത്താണ് ഇത് ഉണ്ടാകുന്നത്. അത് നമുക്ക് വലിയൊരു ഇതാണ്, കാരണം ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ റംബുട്ടാനാണെങ്കിലും മാംഗോസ്റ്റീനാണെങ്കിലും പിന്നെ മാങ്ങയാണെങ്കിലും ഒക്കെ കഴിഞ്ഞ് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല. ആഗസ്റ്റ് മുതൽ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിലും ആഗസ്റ്റോട് കൂടിയിട്ടൊക്കെ ഏകദേശമൊക്കെ തീരും. പിന്നെ ആ ഒരു ഗ്യാപ്പ് ഉണ്ട്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ആ ജനുവരിയിലൊക്കെ പിന്നെ അടുത്ത മാങ്ങ ആവുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റിയൊരു ഫ്രൂട്ടാണ് നമ്മളെ ഈ അബിയു. അപ്പോൾ ഈ അബിയു വെച്ചാൽ നമുക്ക് ത്രൂ ഔട്ട് ഇയർലി ഫ്രൂട്ട് കഴിക്കുക എന്നുള്ളതാണ് ഞാൻ പുറത്ത് പറയാറ്. അപ്പം പരിപാലനം വലിയൊരു കെയറൊന്നും വേണ്ടാത്തൊരു ചെടി. ആകെ അതിന് വരുന്നൊരു രോഗം ഫംഗസാണ്, വേറെ ഒരു രോഗം ഇല്ലാത്തൊരു ചെടിയാണ്. പിന്നെ തണ്ടിന് കനമില്ല, ഉറപ്പില്ല എന്നുള്ള ഒരു ന്യൂനത ഉണ്ട്. അതിന് നമ്മൾ ഫ്രൂട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ ഇത് വളരെ സോഫ്റ്റ് ഒരു ഫ്രൂട്ട്, അപ്പോൾ ഇവിടെ 3-4 ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് താഴത്തേക്ക് പോകും. അപ്പോൾ അതിനൊരു ചെറിയൊരു സപ്പോർട്ട് കയറ് കെട്ടിയിട്ട് ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ, കമ്പുറപ്പിൻ്റെ പ്രശ്നം. പിന്നെ വളപ്രയോഗമാണ് മെയിനായിട്ട്. നമ്മളിതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ചാണകപ്പൊടി എല്ലാ ചെടികൾക്കും പോലെ തന്നെ പൂവിടുന്ന മുന്നായിട്ട് നമ്മൾ പൊട്ടാഷ് കൂടുതൽ അടങ്ങിയ വളങ്ങൾ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അമോണിയം ഫോസ്ഫറേറ്റാണ്, DAP ആണ് നമ്മളിതിന് മെയിനായിട്ട് നമ്മളിതിന് വളമായിട്ട് പറയാറുള്ളത്. അപ്പോൾ എപ്പോഴും പിന്നെ നമ്മൾ ഒരു ജൂൺ ജൂലൈയിലൊക്കെ നമ്മൾ എന്താ പറയുക, തടം ഒന്ന് വൃത്തിയാക്കിയിട്ട്, മഴക്കാലമാണല്ലോ, ഫുള്ള് മഴ പെയ്യുന്നൊരു സമയമാണ്. ജൂൺ ജൂലൈ ആഗസ്റ്റ് ഒക്കെ കുറച്ച് മഴ കുറഞ്ഞു വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ജൂൺ ജൂലൈയിൽ നമ്മൾ എപ്പോഴും തടം വൃത്തിയാക്കി വെക്കണം. കാരണം ഫംഗസ് പെട്ടെന്ന് കമ്പുകൾ അടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, മണ്ണിൽ തെറ്റി കിടന്നിട്ടുണ്ടെങ്കിൽ ഉടനെ ആ കമ്പുകൾ വെട്ടിക്കളയുക. ഒരിക്കലും അടിയിലേക്ക് മണ്ണിലേക്ക് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ശിഖരങ്ങളും നിർത്തരുത്. ഇപ്പം തടം ഞാൻ കാണിച്ച പോലെ തന്നെ നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കുക, വളപ്രയോഗം ചെയ്ത് കൊടുക്കുക. DAP അമോണിയം അത് ഇട്ട് കൊടുക്കേണ്ടത് പറഞ്ഞാൽ ഗ്രാനുവൽ ടൈപ്പിലാണ് വരുന്നത്. അത് അങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 50 ഗ്രാം 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ച് അതൊന്ന് ലയിപ്പിച്ച് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരു 10 ലിറ്റർ വെള്ളത്തിലേക്ക് അതിനെ ഡയല്യൂട്ട് ചെയ്യുക. 10 ലിറ്റർ വെള്ളത്തിലേക്ക് ഡയല്യൂട്ട് ചെയ്തിട്ട് ഒരു 5 ലിറ്റർ ആദ്യം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആ എടുത്ത് വെച്ചതിലേക്ക് വീണ്ടും 10 ലിറ്റർ തന്നെ ഒഴിച്ചു കൊടുക്കുക. കാരണം അത് ഇരുന്ന് കഞ്ഞിവെള്ളമാണ്, നമുക്കറിയാം, ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ വളത്തിനെ വീണ്ടും സ്ട്രോങ് ആക്കിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ വീണ്ടും അതേ ഇത് കൊണ്ടുപോയിക്കാണ്ട് നമ്മൾ ഒരിക്കൽ വെള്ളം ചേർത്തല്ലെന്ന് വിചാരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കരുത്. അതിൽ വീണ്ടും 10 ലിറ്റർ വെള്ളം ചേർത്തിട്ട് പകുതി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്കൊരു 2-3 ടൈം ഈ ഒരു ഫസ്റ്റിലൊരു 50 ഗ്രാം DAP ഇട്ടതിനെ നമുക്കൊരു 3 ടേമായിട്ട് നമുക്ക് ഒഴിച്ചു
പറ്റും. അപ്പോൾ ഒറ്റ മുതൽ മുടക്കിൽ തന്നെ കഞ്ഞിൻ്റെ വെള്ളത്തിൽ ചെയ്യുകയാണെങ്കിൽ 3 ടൈം, അല്ലെങ്കിൽ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. ഈ 10 ലിറ്റർ വെള്ളം ചേർത്തിട്ട് കുറച്ച് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അടിയിൽ ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു വളം കൊടുത്താൽ തന്നെ നമ്മുടെ അബിയൂന് വേണ്ട വളമായി, ഒരു കായ്ക്കാനും പൂവാനൊക്കെ ഉള്ള വളമായി. പിന്നെ വേണ്ടത് പൂവ് കൊഴിഞ്ഞ് പോവുക എന്നുള്ളൊരു പരാതിയാണ്. പൂവ് നിറയെ പൂവിട്ട് ഒറ്റ പൂവ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും 2 ഫ്ലവറും ഒരു മരത്തിലുണ്ടായിരുന്നു. ഒരു ഒട്ടുമിക്ക മരങ്ങൾക്കും കാണിക്കുന്ന ഒരു സ്വഭാവം ആദ്യം മെയിൽ ഫ്ലവർ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒറ്റ ഫീമെയിലും ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഫുള്ള് മെയിൽ ഫ്ലവർ മാത്രമേ ഉണ്ടാവും. അതങ്ങനെയാണ്ട് കൊഴിഞ്ഞു പോകും, കാരണം കായ പിടിക്കില്ല. അത് ക്രമേണ 2-3 വർഷം സെറ്റായി വരുമ്പോൾ ക്രമേണ മാറി വരും. ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാർക്കൊക്കെ ഉള്ള പോലെ തന്നെ ചിലർക്ക് ആൺകുട്ടികൾ മാത്രമേ ഉണ്ടാവും, ചിലർക്ക് പെൺകുട്ടി, ചിലർക്ക് മിക്സ്. അതൊക്കെ നമ്മളെ കയ്യിൽ കിടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് അതിനെ വളം കൊടുത്ത് ഒരുക്കി നിർത്തുക. പൂവ് കൊഴിയാതിരിക്കാൻ, പോളിനേഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം പൂവ് കൊഴിയാതിരിക്കാൻ മൈക്രോ ന്യൂട്രിയൻസ് നിർബന്ധമായിട്ടും ഒരു 2 ടൈം നമ്മൾ കൊടുക്കണം. ഒരു ഫസ്റ്റിൽ നമ്മൾ ജൂൺ ജൂലൈയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൽ ഒരു 2 ടൈമും കൂടെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാം, ഒരുവിധം വളപ്പീടിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒരു പച്ച പൊടിയാണ്. അതൊരു 2 ഗ്രാം 3 ഗ്രാം പെർ ലിറ്റർ എന്നുള്ള അളവിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. താഴൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ 1 ലിറ്ററിന് 5 ഗ്രാം എന്നുള്ള രൂപത്തിൽ മണ്ണിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ, പോളിയർ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ 2 to 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ. കാരണം അതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതുകൊണ്ട് അതൊന്നും ഇപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ കാരണം വീഡിയോ എടുക്കാൻ ഇപ്പോൾ വളരെ കുറവാണ്, കാരണങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ചെടിയിൽ ഫ്ലവർ വന്നിട്ടുണ്ട്, വലിയ വടിയിൽ ചെറുതാണ്. ഇതാണ് ഇതിൻ്റെ പോളൻ എന്ന് പറഞ്ഞത്. ഈ പോളൻ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഫ്ലവർ വിരിയുക എന്നുള്ളതാണ്. ഇത് ഓപ്പൺ ചെയ്യാത്ത ഫ്ലവറാണ്, ഇത് ഓപ്പൺ ചെയ്തതാണ്. ഈ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഇൻസെക്ടിസൈഡും അടിക്കരുത്. കാരണം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രാണികൾ വന്നിട്ട് വേണം ഇതിൻ്റെ ബാക്കി പണികൾ എടുക്കാൻ. തേനീച്ചായാലും ഇവരൊക്കെ ആകർഷിക്കാനുള്ളൊരു ചെറിയൊരു സ്മെല്ലുണ്ടാവും. നമുക്ക് ആ സ്മെല്ല് ഫീൽ ചെയ്യില്ലെങ്കിലും അവർക്കത് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻസെക്ടിസൈഡോ ഒക്കെ അടിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പോളിനേഷനെ ബാധിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ പോളൻ വിരിഞ്ഞ് കഴിഞ്ഞാൽ, ഫ്ലവറിൻ്റെ ബഡിൽ നിന്ന് വിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇൻസെക്ടിസൈഡും ഫംഗിസൈഡും ഒന്നും അടിച്ചു കൊടുക്കരുത്. നമുക്ക് ഫംഗിസൈഡ് അടിച്ചു കൊടുക്കായപ്പോൾ പോളൻ സ്റ്റാർട്ട് ചെയ്താൽ ജസ്റ്റ് ബഡ്സ് ഇങ്ങനെ വന്ന് ഇതേ ഒരു ഫീലിങ്ങിൽ വരികയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഫീലിങ്ങിൽ വരികയാണെങ്കിൽ പോളൻ വിരിഞ്ഞിട്ടില്ല. ഈ ഒരു ഫീലിങ്ങിൽ ഈ ബഡ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ബിവേറിയ സാഫോ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ പ്രതിരോധം എന്നുള്ള നിലക്ക് വേറെ പ്രാണികളൊന്നും വന്നിട്ട് അവിടെ മുട്ടയിട്ട് വെക്കാതിരിക്കാൻ. കാരണം ചായൻ്റെ ശല്യമാണ് ഇതിന് മെയിനായിട്ടുണ്ടാകുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പ്രതിപാദിച്ചിരുന്ന അതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ അതിൽ എടുത്തിട്ട് തരാം. അപ്പോൾ ഈ ചായ് വന്നിട്ട് അല്ലെങ്കിൽ കായ്ച്ചൊക്കെ വന്നിട്ട് കുത്തിയിട്ട് ഇതിനെ കറുത്ത കളറിൽ ഫ്രൂട്ട്, എനിക്കൊക്കെ 2 വർഷം മുന്നേ ഏകദേശം എൻ്റെ ഒരു 60-70% ഫ്രൂട്ടും നശിച്ചുപോയി. കാരണം നമ്മൾ അന്ന് ആ നഴ്സറി തുടങ്ങുന്ന ടൈമായതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ അത് ഉണ്ടായിക്കോളും എന്ന് വിചാരിച്ചു. പക്ഷേ പിറ്റത്തെ കംപ്ലീറ്റ് നശിപ്പിച്ചാണ് ഞാൻ പറഞ്ഞത്. കായ്ച്ച കുത്തിയിട്ട് കണ്ടമാനം പഴങ്ങൾ നമുക്ക് കൊഴിഞ്ഞു പോയി. അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കായ്ച്ചക്കുള്ള കായ്ച്ചല്ല, നമ്മളെ ചായക്കുള്ള മരുന്നടിക്കുക. പിന്നെ അത് അതേപോലെ തന്നെ വെള്ളീച്ച വന്നിട്ട് മുട്ടയിട്ട് വെച്ചിട്ട് പുഴു വന്നിട്ട് ഇതേപോലെ കറുത്ത കളറായിട്ട് ഏകദേശം ആൾമോസ്റ്റ് ഇത് ഒരു മരമാണ്. എല്ലാ പഴങ്ങളും ഈ നശിച്ചു പോയി. കാരണം ഞാനത് ഒരു ട്രിപ്പ് ഉണ്ടായപ്പോൾ, ഒരു വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് നോക്കിയില്ല. കാരണം ഇനി അതിമ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഏകദേശം ഒരു 10-30 കായമ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി. ഈ ഒരു ടൈമിൽ ഈ ഫംഗിസൈഡ് ഇൻസെക്ടിസൈഡൊക്കെ അടിച്ചാൽ പോളം ബഡ്സ് വരുന്നതിൻ്റെ മുന്നേ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3-4 മാസത്തിൻ്റെ പ്രതിരോധം എന്നുള്ളതിലേക്ക് അവിടെ വന്നിട്ട് മുട്ടയിട്ട് വെക്കൂല. ഈ പ്രാണികൾ വന്ന് മുട്ടയിട്ട് വെക്കൂല. അപ്പോൾ അതുകൊണ്ട് കുറേ ശല്യം നമ്മൾ ഒഴിവാകും. അപ്പോൾ ഈ ഒരു ഇപ്പം നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റിയ ടൈമാണ്. ഇപ്പം നമുക്ക് ഫംഗിസൈഡും ഇൻസെക്ടിസൈഡും ഒക്കെ അടിച്ചു കൊടുക്കുക. വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളത് അടിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം പറഞ്ഞാൽ ക്ലൈമറ്റ്, കാലാവസ്ഥ. അത് നടന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു 50-50 ഷെയ്ഡിൽ വെക്കാൻ നോക്കുക. അപ്പോൾ ഉദാഹരണം, ഈ ഒരു ചെടി നല്ല വെയിൽ കിട്ടുന്നിടത്ത്, അത് നമ്മൾ കൊടുക്കാനുള്ള ചെടി കേട്ടോ.
ഇതൊക്കെ നമ്മളെ ഹെവി പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിതിൻ്റെ കളർ, ഇലൻ്റെ ലീഫിൻ്റെ കളർ കണ്ടില്ലേ, യെല്ലോയിഷ് കളറിലേക്ക് മാറിയിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ ഓവർ സൺലൈറ്റ് ഇതിന് ഇഷ്ടമില്ലാത്തൊരു ചെടിയാണ്. ഒരു 50-50, ഒരു 60 അല്ലെങ്കിൽ 40 മാക്സിമം ഷെയ്ഡ് കുറച്ച് കുറവുള്ള ഷെയ്ഡ് ഉള്ളിടത്ത് വെക്കുക. കാരണം ഇതിൻ്റെതും ഇതിൻ്റെതും ഈ ലീഫും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ അറിയാം. ഇവിടെ ഈ മരങ്ങളുള്ളതുകൊണ്ട് സൺലൈറ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഗ്രീനി ആയിട്ടാണ് നിൽക്കുന്നത്. അവിടെ ഫുള്ള് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമാണ്, 100% സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമാണ്. അവിടെ ഇലക്കൊക്കെ കണ്ടില്ല ഒരു മഞ്ഞ കളറ്. അപ്പോൾ ഇതൊരു ഘടകമാണ്. നമ്മൾ എപ്പോഴും ചെടി വെക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഈ ഒരു ഷെയ്ഡ് ഉള്ള അങ്ങനെയുള്ള ഷെയ്ഡുള്ളിടത്ത് വെക്കുക. മാക്സിമം ഒരു 50-50 നമ്മളെ മാംഗോസ്റ്റിനൊക്കെ വെക്കുന്ന പോലെ തന്നെ ആ ഒരു വെക്കേണ്ട ചെടിയാണ്. ഇപ്പോൾ ഷെയ്ഡിൽ വെക്കേണ്ട നമ്മളെ മാംഗോസ്റ്റിന്, പുലാസാന്, അബിയു, ഈ 3 ചെടിയാണ് നമ്മൾ ഷെയ്ഡുള്ളിടത്ത് മറ്റ് തെങ്ങുകൾ മറ്റ് മരങ്ങളൊക്കെ ഉള്ളിടത്ത് വെക്കാൻ പറയാറുള്ളത്. അതിൽപ്പെട്ട ഒരു ചെടിയാണ് നമ്മുടെ ഈ അബിയു. ഒരു മീഡിയം തണലത്തൊക്കെ വെക്കേണ്ട ഒരു ചെടി. പിന്നെ ഫ്രൂട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് കായ്ച്ച വന്നിട്ട് കുത്താതിരിക്കാൻ ഞാൻ മുന്നേ വീഡിയോയിലത്തെ ഒരു ഷോട്ട് ഇതിലിട്ട്. അപ്പോൾ അതിനെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു നെറ്റ് വാങ്ങാൻ കിട്ടും. ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുകയാണ്. ഞാനിപ്പോൾ ഏകദേശം 2 വർഷമായി ഇത് വാങ്ങിയിട്ട്. അപ്പോൾ ഒരു 100 ബാഗിൻ്റെ നെറ്റിന് ഇത്ര 350 രൂപ അങ്ങനെ എന്താണ് ഓൺലൈനിൽ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് കൈയെത്തും ദൂരത്ത് അല്ലെങ്കിൽ ഒരു ലാഡറൊക്കെ വെച്ചിട്ട് ആ ഫ്രൂട്ടായി കഴിഞ്ഞാൽ ഏകദേശം പച്ച വലുപ്പം നമുക്ക് ചുവപ്പ് മഞ്ഞ കളർ ആവാൻ തുടങ്ങിയാൽ നമ്മൾ ഇതേപോലത്തെ ഒരു നെറ്റ് ഇട്ടിട്ട് ഇതേപോലെ കവർ ചെയ്യാം. ഇതേപോലെ കവർ ചെയ്ത് വെച്ചിട്ട് കെട്ടി വെച്ചാൽ പിന്നെ നമുക്ക് വണ്ടിൻ്റെയും കിളികളുടെയും അല്ലെങ്കിൽ കായ്ച്ചൻ്റെ ഒന്നും ഒരു ശല്യം ഉണ്ടാവില്ല, കുത്തൂല. പിന്നെ നമ്മളെ കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരുപാട് കമൻസുകളാണ്. എല്ലാവരും ഓഫർ കൊടുക്കണ്ടല്ലോ, നിങ്ങളെന്താ റസാഖ് എന്താണ് ഓഫർ കൊടുക്കാത്തത്? അപ്പോൾ അതിനുള്ള മറുപടി ഇപ്പോഴത്തെ ഈ ഓഫർ കൊടുത്തവരുടെ വീഡിയോ ചെയ്തിരുന്ന ഒരാളുടെ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. തട്ടിക്കൂട്ട് ഓഫറല്ല ഇത്. ഞാൻ ഒരുപാട് ഇരുന്ന് ചിരിച്ചുകൾ. തട്ടിക്കൂട്ട് ഓഫറല്ല ഇത്. അതിൻ്റെ മുന്നേ ആ വ്യക്തി വേറൊരു ഗാർഡനിൽ പോയിട്ട് ഫുള്ള് വീഡിയോ ചെയ്തിരുന്ന ഓഫർ വീഡിയോ ആയിരുന്നു. അപ്പോൾ അവരായിട്ട് എന്തോ സൗന്ദര്യ പണക്കം എന്തോ ആണെന്നുണ്ട്. ഇപ്പോൾ വേറൊരു നഴ്സറിയിൽ വന്നിട്ട് പറയാണ്, ആ വ്യക്തി തന്നെ പറയാണ്, ഹെഡിങ് തന്നെ ഇത് കേവലം തട്ടിക്കൂട്ട് നഴ്സറി തട്ടിക്കൂട്ട് ഓഫർ അല്ല എന്നുള്ളത്. ഇപ്പം ഈ ഓഫറിൻ്റെ കാര്യമൊക്കെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. ഞാനൊരു സുഹൃത്തിനെ ചോദിച്ചു, എന്തിനാണിത് ഇങ്ങനെ കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ? കാരണം ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു മേഖലയാണ് നഴ്സറി. അപ്പോൾ ഇതിൻ്റെ 150 റുപ്യൊക്കെ എടുത്തു പറഞ്ഞിട്ട് 150 റുപ്യൊക്കെ ഓഫർ തന്നെ വെക്കുക. അത് ഒരു 10 തൈ എടുത്തു കൊണ്ടിരുന്നാണ് റസാഖ്. ആളില്ല, കച്ചവടമില്ല, എന്താ ചെയ്യണം? ആളുകൾ വരണ്ടേ? ഇത് കണ്ടാലെങ്കിലും ആൾക്കാരുണ്ട് വന്നാൽ ആ ഒരു 10 തൈ ഒന്നിരിക്കലാതെ കഴിഞ്ഞെന്ന് പറയാം, അല്ലെങ്കിൽ ആ സൈസ് ഇപ്പം ഇനി ഇല്ലയെന്ന് പറയാം. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ വന്നാൽ എന്തെങ്കിലുമൊക്കെ എന്നാണ്ട് എടുത്ത് പോയിക്കോളും ദൂരത്തു നിന്നൊക്കെ വരുന്നവർ. അപ്പോൾ അത് ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അത് തട്ടിക്കൂട്ടാണ് എന്നുള്ളത്. അയാളിപ്പോൾ വേറെ നഴ്സറി പോയിട്ടാണ് പിന്നെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത് തട്ടിക്കൂട്ട് ഓഫറല്ലാന്ന്. അപ്പോൾ അതിൻ്റെ കാര്യം അത്രയുള്ളൂ. ഇവിടെ നമ്മളെ നഴ്സറി, എൻ്റെ നഴ്സറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫർ ഇവിടെ വരുന്നവർക്കറിയാം. ഒരു 100 റുപ്യ പോലും, ഒരു 80,000 റുപ്യക്ക് സാധനം എടുത്ത ഒരാൾക്ക് ഒരു 100 റുപ്യ പോലും കുറച്ച് കൊടുക്കാത്തൊരു മനുഷ്യനാണ് ഞാൻ. എനിക്കതിൻ്റെ ആവശ്യമില്ല. അത് അങ്ങനല്ല, അത് അവർക്ക് മനസ്സിലാവും. അതിൻ്റെ ശേഷം തന്നെ ആ വ്യക്തി ലക്ഷക്കണക്കിന് റുപ്യൻ്റെ സാധനം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുമുണ്ട്. അപ്പോൾ സാധനം അവിടെ കിട്ടി കഴിയുമ്പോൾ അവർക്ക് അറിയാതെ എന്താണെന്നുള്ളത്. ഒരു ഓഫറിൻ്റെ ഞാൻ കൊടുക്കാറില്ല, അതിൻ്റെ ആവശ്യമില്ല. നല്ല സാധനം ആളുകൾക്ക് കൊടുക്കുക. കൊടുക്കുന്ന പ്രൈസിനുള്ള ഓരോ പ്രൈസിൻ്റെയും ഡിഫറെൻറ്റ് പ്രൈസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വലുത് വാങ്ങിക്കാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മളൊരു കസ്റ്റമർ ഇപ്പോൾ കാണിച്ചു തരാം. മധുരയിൽ നിന്ന് വന്ന കസ്റ്റമർ ആണെങ്കിലും കാസർഗോഡ് നിന്ന് വന്നവരാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അവരൊന്നും ഓഫർ കണ്ടു വന്നവരല്ല. അവരൊക്കെ നല്ല പ്ലാന്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ അവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. എന്നാ പേര്? അത് ഇന്ത്യൻ മുസംബി. ഓക്കെ, ആയിട്ടില്ല എങ്കിലും പച്ച ഒന്ന് പൊട്ടിച്ച് നോക്കുക എങ്ങനെയാണ് സാർ. എനിക്ക് തമിഴ് ജാഥ വരാതെ കൊഞ്ചത്തെ തമിഴ് വരും. ഇതാണ് നമ്മുടെ ഇന്ത്യൻ മുസംബി, ഓമന പേരിലാണ്. இந்த மரம் வந்து இந்தியன் மொசாம்பி. இது வருஷத்துல 2 தடவை காய்க்கும். இல்ல நிறைய இருக்கும், சீசன் மட்டும் தான் இருக்கும். ஒரு 6 மந்த் வரும், 6 மந்த் 8 மந்த் மெச்சூர் ஆகுதுக்கு. இது இப்போ ஆயிட்டு இல்லை. நவம்பரில்
இது வந்து ஃபுல்லா வந்து ரீப்பனிங் ஆகிறதுக்கு பழுக்கிறதுக்கு வந்து 8 மாசம் 6 மாசம் ஆகும். சார பேரு? என்னோட பேர் ஜெயச்சந்திரன். நான் மதுரையிலேருந்து வந்திருக்கிறேன். மதுரையிலேருந்து? ஆமாம். நான் இவரோட வீடியோஸை வந்து தொடர்ச்சியாக பார்த்துக்கிட்டே இருக்கேன். அந்த வண்டியுமே கவுன்சிலர் இருக்குங்க? கவுன்சிலர் தான். ஆமாம், நான் மதுரையில் வந்து கார்பரேஷன் கவுன்சிலர் இண்டிபெண்டன்ட் கேண்டிடேட். ஆமாம், நான் ரொம்ப நாளாக அவர் வாட்ச் பண்ணிக்கிட்டே இருந்தேன். இங்கே வரணும்னு விருப்பப்பட்டேன். ரியலி இட்ஸ் அன் ட்ராபிக்கல் ஃபுட் ஃபாரஸ்ட் தான். எல்லாமே இருக்குது, எல்லாமே பிக் சைஸ், எல்லாம் பிக் சைஸ். ஆமாம், வெரி வெரி அஃபோர்டபுள். எல்லோரும் வாங்க, கண்டிப்பாக இங்கே வந்து எடுங்க. அவ்வளவு டேஸ்ட்டாக. ஃபர்ஸ்ட் டைம் வந்து கட் பண்ணி அந்த ஆப்போசிட் கத்தி ஆப்போசிட் നീളത്തിൽ தான் മുറിക്കണം. ഇത് പച്ച, നമ്മൾ മലയാളത്തിൽ പച്ച കായം. கொஞ்சம் காய் அரைக்காயா இருக்கு. അരക്കായ ഇതായിരിക്കും. ஸோ ஸ்வீட். இது அரைக்காய் தான். ஆனால் இங்கே பாருங்க, சாறு வருது. அவ்வளவு டேஸ்டாக இருக்கு உண்மையிலே, ரொம்ப டேஸ்ட் உண்மையிலே. ஃபுல் ஃபேமிலி தான். அம்மா தானே? ஆமாம். இப்போ ஜப்பான் பேரை காய்ச்சி எங்கே இருக்கு அந்த பேரை? குய்யா சூப்பரா இருந்துச்சா? உள்ள வந்து சீடு இல்ல. இது நல்லா நர்ஸ் சூப்பரா இருந்துச்சு. ஓகே, அது இருக்கு. 2 തൈ എടുത്തിരിക്കും உங்களுக்கு. அது பெருசு தை தான் எடுத்திருக்கு. ஓகே, വളരെ சந்தோஷம் இங்கே வந்துட்டு. தேங்க்யூ. ஓகே, எனக்கு இங்கே வந்து உங்களை பார்த்ததில் சந்தோஷம். அடுத்தடுத்து வந்து இங்கே எல்லா மரங்களும் எடுப்போம். நிறைய பேர் இங்கே வர சொல்லுவோம். ஓகே, സന്തോഷം. വെരി വെരി അഫോർഡബിൾ പ്രൈസും കൂടെ. താങ്ക്യൂ. ഓക്കെ സാർ, വെരി സന്തോഷം. നമ്മളെ ഒരു സ്ഥിരം കസ്റ്റമറാട്ടോ. അപ്പോൾ ഒന്നും റിവ്യൂ ചെയ്യാൻ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നുള്ളത് പേരക്കയാണ്. അതും ആയിട്ടില്ല. ഇത് ജപ്പാൻ്റെ വൈറ്റ് പേരക്ക. നിങ്ങളുടെ സ്ഥലം പറഞ്ഞ് ഞാൻ മറന്നു. വടക്കേക്കാട്. എന്താ പേര്? സാജിദ്. മുന്നേ ഇവിടെ വന്ന് ഒരുപാട് സാധനം കൊണ്ടുപോയിട്ടുണ്ട്. എന്താ സാധനം കൊണ്ടതിൻ്റെ കറി? അടിപൊളിയാണ്. അതുകൊണ്ടാണല്ലോ വീണ്ടും വന്നത്. ഇന്ന് വന്ന് വൈഫും കൂടെ ഉണ്ട്. കഴിക്ക് ആദ്യം കഴിക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ധൈര്യമായിട്ട് വെക്കാം. ഇല്ല ആയിട്ടില്ല. മാറും. വൈഫിനും കൊടുക്കും ഒരു കഷ്ണം. ഫാമിലി എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ. ഇന്നിപ്പോൾ നമ്മളെ തമിഴ്നാട്ടുകാർ വന്ന മധുര അല്ലേ, മധുരക്കാർ വന്ന ദിവസമാണ്. കഴിച്ചു നമ്മൾ ഇത് തന്നെയല്ലേ പണി. ഇഷ്ടമായില്ല സംഭവം? എങ്ങനെയുണ്ട് ഗാർഡൻ്റെ? ഗാർഡൻ അടിപൊളിയാണ്. എല്ലാം നല്ല, എന്താ പറയാ, നമുക്ക് എല്ലാം ചെറുതൊന്നുമില്ല. പുള്ളി എടുത്ത് വെച്ച സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ പുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വണ്ടിയിൽ കയറ്റി വിട്ടുകൊടുക്കാനുള്ള സാധനങ്ങൾ. നമ്മളന്ന് കൊണ്ടോട്ടി അല്ല, എവിടെ നിങ്ങൾ പറഞ്ഞ് സ്ഥലം? വാഴക്കാട്. അപ്പോൾ സാധനമൊക്കെ എടുത്ത് പോകാൻ നേരത്താണ് എന്നോട് ചോദിച്ചത് എന്തെങ്കിലും ഒന്ന് കഴിക്കാം. മുറിച്ചെടുത്തോളി, നിങ്ങൾ പൊട്ടിച്ച് തിന്നോളി. ഇത് ജപ്പാൻ്റെ വൈറ്റ് പേരക്ക. ആയിട്ടില്ല, ചള്ളാണ്. എന്നാലും ഒന്ന് മുറിച്ച് നോക്കി എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് മുറിക്കാൻ എന്താ പാടാവും. ചള്ളാണ് കേട്ടോ. കരിഞ്ചള്ളാണ്. ഞങ്ങളെ മുറി കണ്ടപ്പോൾ മനസ്സിലായി. പുളി തുടങ്ങിക്കണാ? അല്ല, മധുരത്തിമൊക്കെ എത്തിക്കണ? തുടങ്ങുന്നുണ്ട്. ഇതാണ് ജപ്പാൻ്റെ വൈറ്റ് പേരക്ക. ചള്ള് പേരക്കയാണ്. എങ്കിലും എന്തെങ്കിലും ഒന്ന് തിന്നെന്ന് പറയാലോ റാസ് ഗാർഡനിൽ പോയിട്ട്. എന്താ പേരെന്താ? സാലി. ഇവിടെ തന്നെ ഇടവണ്ണപ്പാറ തന്നെ. ഓക്കെ, ശരി. സാധനമൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ ഗാലറിയിലൊന്ന് ഉൾപ്പെടുത്തണം എന്നുള്ളൊരാഗ്രഹമാണ്. ഓക്കെ, ശരി. കയ്യിൽ പറിച്ച് മുറിച്ചാൽ മതി. അപ്പോൾ വീണ്ടും ഇന്ന് വിയറ്റ്നാം മുസമ്പിൻ്റെ റിവ്യൂ ആണ്. പൊട്ടിച്ചോളൂ. പച്ചയാണ്. കോഴിക്കോട്. എവിടെ നിന്ന്? പയ്യോളിയല്ലേ? എന്താ പേരെന്താ? ഷാനവാസ്. അപ്പോൾ ഞാൻ പച്ചയിൽ മധുരം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു ഡൗട്ട്. ഒന്ന് മുറിച്ചോളൂ. അങ്ങനെ നീളത്തിൽ മുറിച്ചാൽ മതി. വെള്ളം വേണ്ടേ?
ഒരു കഷ്ണം കൊടുത്ത് ഇവർ കൊടുക്കും. മുറിച്ച് കൊടുക്കും. ആ മുറിച്ച് അങ്ങോട്ട് കൊടുക്കും. നിങ്ങൾ വേറെ മുറിക്കും. എങ്ങനെയുണ്ട്? മധുരം വരുന്നുണ്ടോ അതോ? നല്ല മധുരമുണ്ട്. നല്ല മധുരമുണ്ട്. നമ്മളെ നാട്ടിൽ മുസമ്പി കായ്ക്കൂല, ഉണ്ടാവില്ല. ഇതിപ്പോൾ വെറുതെ ചെറിയ തൈമ കായ്ച്ചാണത്, മെച്ചൂറായിട്ടില്ല. പക്ഷെ ഒരു വെള്ളത്തിൻ്റെ ഒരു കുത്തുണ്ടല്ലോ. അത് വെള്ളം ഇപ്പം മഴക്കാലല്ലേ, ഓവർ വെള്ളം. ഇനിയത് 3 മാസം 4 മാസം ഇനിയും കഴിയണം. കുറച്ച് ടൈം എടുക്കും. നല്ല ജ്യൂസിയാണ്. ഇങ്ങനെ പിഴിഞ്ഞങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരും. ഇനി വേണമെങ്കിൽ ഇന്ത്യൻ മുസമ്പി ഒന്ന് മുറിച്ചു വിടും. അതാണ് ഇന്ത്യൻ മുസമ്പി. മധുരമായി വരണുണ്ടാവും. നോക്കി ഞങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ളത്. ചള്ളല്ലേ, പിഞ്ച് കായാണ്. കൊല്ലം പഴുത്തിട്ട് റിവ്യൂ ചെയ്യാൻ ഉണ്ടാവില്ല. മിക്കവാറും പച്ചയിൽ മുറിച്ച് തീർന്ന് ബാക്കി ബട്ടർഫ്ലൈയോ ചള്ള. അതിൻ്റെ വക്ക് വായ്മ തട്ടി കണ്ട പച്ച ചെറുതാട്ടാ, വിരിഞ്ഞ് വരണുള്ളൂ. പക്ഷെ നല്ല വ്യത്യാസമുണ്ടല്ലേ രണ്ടിന്റെ വലിപ്പത്തില്. ഇതും വലുതാവും, ഒന്നും കൂടെ വലുതാവും. മധുരമായിട്ടുണ്ടാ? എങ്ങനെയുണ്ട്? അപ്പൊ അത് കുറച്ചും കൂടെ മെച്ചൂറായാലും എങ്ങനെ ഉണ്ടാവും? എങ്ങനെയുണ്ട്? ഇത് അതോ മധുരം കൂടുതൽ? ഇതോ? ഇത് ഇപ്പൊ മുറിച്ച ഇന്ത്യൻ മുസമ്പി വെള്ളം അതിപ്പോ മഴ പെയ്തിട്ടാ. നല്ല മധുരം, അതിനേക്കാളും മധുരമുണ്ട്. നമ്മളെ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ ഇവിടെ നിലമ്പൂരിൽ നിന്നല്ലേ പറഞ്ഞ്? നമ്മളെ വിയറ്റ്നാം ഒരു പച്ച മുറിച്ച് കൊടുത്താണ്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരമായി വരുന്നുണ്ടോ? കഴിക്കാനായിട്ടുണ്ട് ഇപ്പോ അല്ലേ? അതോ ഇനി കുറച്ചും കൂടെ കഴിയണം? ഇപ്പൊ കഴിക്കാം. നമ്മളെ പപ്പായ പേരയാണ് പകുതി മുഖത്ത് കടിച്ച് നിൽക്കണ്. മധുരണ്ടാ? സൈസ് ആയിട്ടില്ല. നിങ്ങളെ സ്ഥലം ഇവിടെ അല്ലോ പറഞ്ഞ? എന്താണ് അതെന്താ പേരെന്താ? എൻ്റെ പേര് അബൂബക്കർ സാഹിബ്. ഷുഹൈബ്. നമ്മളെ ഗാർഡൻ കാണാനും പർച്ചേസിനൊക്കെ ആയിട്ട് വന്നതാണ്. ഒന്നും കൊടുക്കാനില്ല. അപ്പോൾ ഒരു പപ്പായ പേര കേടൊന്ന് മുറിച്ച് കൊടുത്താൽ എന്താ പറയുക? കുഴപ്പം എന്താ അഭിപ്രായം? എന്താ പറയുക? സാധാ പേരയ്ക്കൊന്നും എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഫ്ലേവർ വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. കഴിക്കാം. ധൈര്യമായിട്ട് നമുക്ക് ഇരുന്നിങ്ങനെ കഴിക്കാം. ഒന്ന് തിന്നാലും ഒന്നും കൂടെ തിന്നാൻ തോന്നും. ആ ഒന്ന് പൊട്ടിച്ചോ. ആയിട്ടില്ല അല്ലേ? മുറിച്ചൊക്കെ എന്താ പാട്? ഒക്കെ മറ്റേ പ്രാണി വന്നിട്ട് കുത്തിയിട്ടേ ആകെ പണി. ഇതാണ് പപ്പായ. സൈസ് കുറവാ. നല്ല സൈസ് വരും ഇപ്പോൾ. അത് മഴക്കാലമായിട്ടേ. നിങ്ങളുടെ പേരെന്താ പറഞ്ഞേ? സ്ഥലം? ശിവകുമാർ. ശ്രീകുമാർ. എവിടെ സ്ഥലം? എടപ്പാള്. അത് പിന്നെ ഇടയ്ക്ക് വരുന്ന ആളാണ്. പിന്നെ വന്നിട്ടുണ്ടോ? അത് ശരി. എങ്ങനെയുണ്ട്? മധുരം ഉണ്ടോ? ആയി വരണുണ്ടോ? മധുരണ്ട്. ഒന്നുകൂടെ ആവാണ്ട് അല്ലേ? ആയി വരണുള്ളൂ. പക്ഷെ അത് ഫുൾ കളറാകുമ്പോഴത്തേനും ആരെങ്കിലും കൊണ്ടുപോകും. നമുക്ക് പൊട്ടിക്കാനുള്ള ഒരു സൈസിൽ കിട്ടൂല. വ്യത്യാസമുണ്ട്. നല്ലൊരു രസമുള്ള ഫ്ലേവറാണ് എനിക്ക് ഫീൽ അല്ല? ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒക്കെ പേരക്കൻ്റെ ഒരു ബേസ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചെറിയൊരു ഫ്ലേവർ. എന്തായാലും സിഗരറ്റിൻ്റെയും ടൊബാക്കോൻ്റെയും ഒന്നും മാറിയില്ല. പെയിന്റിൻ്റെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ. എവിടെ സ്ഥലം പറഞ്ഞ്? കോഴിച്ചേന. അപ്പോൾ നമ്മളെ ഒരു എന്തെങ്കിലും ഒന്ന് നമുക്ക് തിന്നാൻ തരണമെന്നുള്ള ഒരൊറ്റ വാശിയാണ് ഇവർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഒരു പേരൊക്കെ മുറിച്ചോളെ ആയിട്ടില്ല. ഇതാണ് പപ്പായ പേരാന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ സൈസാട്ടോ. അതൊക്കെ ഒരു വലുതാവും. അങ്ങനെ നിർത്തി മുറിച്ചെടുത്താണ്. അങ്ങനെ മുറിച്ചെടുത്തു. നിങ്ങൾ തേങ്ങ കുട്ടികൾക്ക് കൊടുക്കാം. അവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയില്ലല്ലോ. നമുക്ക് മുറിച്ച് കൊടുക്കാം. സാധനം ഉണ്ടല്ലോ. അവരിത് കഴിഞ്ഞിട്ടാണ് നമുക്ക് തിന്നാൻ പാടുള്ളൂ കേട്ടോ.
എങ്ങനെയുണ്ട് ഒരു എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ ഒരു തിന്നണം? പേരന്റെ കോയലിൽ വരുന്നത് വേറെന്താ പറയാൻ കിട്ടില്ല. എന്റെ പേരെന്താ? സിദ്ദീഖ്. എന്റെ വീട്ടിൽ കാണുമ്പോ ഇത് കൊണ്ടുപോകണേ അല്ലേ? അടുക്കാക്കാണ് അല്ലേ? ജാസനാണ്. ഞാൻ കഴിച്ചപ്പോ പണി ഇതാണ് നമ്മളെ ജപ്പാൻ പേര ജാർവി എന്ന് പറയും. നീണ്ടത്, ഉരുണ്ടതല്ല, നീണ്ടത്. പപ്പായ പേര എന്ന് പറയും. ആ ഇനി അതിന്റെ റെഡ് ഉണ്ട്. കാസർഗോഡ് നിങ്ങളവിടെ കണ്ണൂരാ? കണ്ണൂര്. ഇത് കാസർഗോഡ്. എന്തായാലും അവര് ട്രെയിൻ വന്നോ? കാസർഗോഡ് ട്രെയിനിൽ വന്നതാണ്. ട്രെയിനിൽ വന്ന് തിരൂരിൽ ഇറങ്ങി അവിടുന്ന് ഓട്ടോ പിടിച്ച് മധുരമായിട്ടുണ്ടാവും. ചെറിയതായിട്ടില്ല, അത് വലിയ സൈസാവും. മധുരം മരുന്നുണ്ടോ? മധുരമുണ്ട്. ടേസ്റ്റ് വല്ല ഫ്ലേവർ വ്യത്യാസം ഉണ്ടോ രുചിക്ക്? കഴിക്കാൻ മുളച്ച തേങ്ങയില്ലേ കഴിക്കാൻ സുഖമുണ്ടോ? രുചി എങ്ങനെയുണ്ട്? അതിന്റെ ഒരു ഫ്ലേവർ എങ്ങനെ? നല്ല രുചിയുണ്ട്. മധുരം അത്യാവശ്യം മധുരമുണ്ട്. ആയിട്ടില്ല, വെള്ളം ഇറങ്ങിയ മഴയാണ്. അതാ നമ്മളെ ഗുരുവായൂരുന്നല്ലോ പറഞ്ഞിങ്ങളെ? എന്ത് പേരെന്താ? ബിനു. അപ്പോൾ പുള്ളി തൈ എടുക്കാൻ വന്നതാണ്. ഒറ്റൊന്നും ഫ്രൂട്ട് ഇല്ലാന്ന് പറഞ്ഞു. പുള്ളിയായിട്ടുള്ളത് കണ്ടുപിടിച്ചതാണ്. 2 ഫ്രൂട്ടുള്ളൊരു തൈ. അപ്പോൾ അത് നോക്കാന്ന് പുള്ളി തന്നെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ മുറിച്ചോളൂ, മുറിച്ച് കഴിച്ചോ. ആ ധൈര്യമായിട്ട് മുറിച്ചോളൂ. പച്ചയാണ് എങ്കിലും അത്യാവശ്യം ജ്യൂസൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒന്നുകൂടി ഇങ്ങനെ മുറിച്ചോളൂ സൈഡ്. അങ്ങനെ മുറിച്ച ഞാൻ ലെഫ്റ്റ് ഹാൻഡർ ആണ്. ഇടത്ത കൈയല്ലേ? ഞാനങ്ങനെ നോക്കണ്. ഇനി ഒന്ന് മധുരം ഉണ്ടോ ഇല്ലയെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. വക്ക് തട്ടിക്കണ്ട പച്ചയാണ്. ചുണ്ടുമ്പോൾ തട്ടിച്ചാൽ അതിൻ്റെ കറ വരും. ഒരു 3-4 മാസം കൂടെ കഴിയണം. എങ്ങനെയുണ്ട്? മധുരമുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് കോൺഫിഡൻ്റ് ആയപ്പോൾ ഇനിയും സൈസും വരാണ്ട്, ഒന്നും സൈസും വരാണ്ട് മധുരം വരാണ്ട്. ഇപ്പൊ ഒന്നാമത് മഴ ഇങ്ങനെ കൂടുതൽ നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് എന്റെ വെള്ളം ഇറങ്ങാന്ന് പറയും ഞങ്ങളെ നാട്ടില്. അതിന്റെ ഒരു ഫീൽ ഉള്ളതുകൊണ്ടാണ്. അത് വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ഭയങ്കര മധുരവും. ഇപ്പോഴത്തെ മധുരങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? കുഴപ്പമില്ല. അപ്പോൾ ധൈര്യമായിട്ട് വേനൽക്കാലത്തേക്ക് ഈ മഴയത്ത് ഇത്രയും മധുരം ഉണ്ടെങ്കിൽ പുളിയില്ല. പുളി എന്ന് പറഞ്ഞൊരു അംശം ഉണ്ടാവില്ല. പച്ചയാണ് പറയുമ്പോൾ. അതാണ് നമ്മളെ പച്ചയിലും മധുരമുള്ള ടേസ്റ്റ് നോക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റി. അല്ലാതെ ഫ്രൂട്ട് ഇല്ലാതെ കൊണ്ടുപോയാലും അത് ഉണ്ടാകുന്ന വരെ ഒരു ടെൻഷൻ ആവും അല്ലേ? ആർക്കായാലും ഉണ്ടാവും അത്. ഇത് പൈസ കൊടുത്ത് കൊണ്ടുപോകുമ്പോൾ അത് എങ്ങനെ ഉണ്ടാവും? ഉണ്ടായി കായ്ച്ചിട്ടല്ലേ ഇപ്പൊ ഓക്കെ ശരി, സന്തോഷം. അപ്പോൾ അബിയുവിനെ കുറിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ കവർ ഇടുന്നതും ഫ്രൂട്ടാകുന്നതും ഒക്കെ കണ്ടു. ഇനിയിപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയില്ല. ഫ്രൂട്ടായി കഴിഞ്ഞാൽ പിന്നെ മുറിച്ച് പൊട്ടിക്കുക, തിന്നുക, അത്രേ ഉള്ളൂ. അപ്പോൾ അറിവില്ലാത്തവർക്ക് അല്ലെങ്കിൽ അബിയുവിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 90% ആളുകളുടെ വീട്ടിലും ഇപ്പോൾ അബിയു ആയിട്ടുണ്ടാവും. അല്ലാത്തവർക്കും പിന്നെ പുതുതായിട്ട് വെച്ചവർക്കൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പരിപാലനം ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇനി അത് പൊട്ടിച്ച് വിളവൊക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുൻ വീഡിയോ എടുത്ത കുറച്ച് ക്ലിപ്പുകളാണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുറസാഖ്, തിരൂർ.